ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ബീഫിനെ കൊണ്ടൊരു അടിപൊളി ബീഫ് പെപ്പർ ആക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്, എല്ലാത്തിൻ്റെ കൂടെയും നല്ല മാച്ചായിരിക്കും ഈ കറി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1/2 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു പിടി ചുവന്നുള്ളി കൂടി ഇടുന്നുണ്ട്. ഇനി അതിടാൻ മടിയുള്ളവർക്ക് 2 വലിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ബീഫിനുള്ള ചുവന്നുള്ളി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസ് നല്ല പഴുത്തൊരു തക്കാളി, പിന്നെ ഒരു ഹാഫ് ലെമൺ, ചെറുനാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടെടുക്കും. അതാണ് കുറച്ച് കൂടുതൽ ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടെല്ലാം ഒന്ന് തിരുമ്മി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ബീഫ് നമുക്കവിടെ വേവാൻ വെക്കാം. ഇനിയിപ്പോൾ ഇത് വേറൊരു പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് 1 ഏലക്കായും, പിന്നെ 1 കഷ്ണം പട്ട, 1 ഗ്രാമ്പും, 1 ബേ ലീഫ് ഇതും ഇട്ടിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അത് അരച്ചിട്ട് ചേർക്കുന്നില്ല, കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി തന്നെ ഇടണം, അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് 1 കപ്പ് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പിടി കറിവേപ്പില, എന്നിട്ട് വീണ്ടും വഴറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഇതിന് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ആ ഒരു പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി എന്താ പറയുക, ഓയിൽ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഒരിത്തിരി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഒന്ന് തിളച്ചോട്ടെ. എല്ലാം ഇത് നന്നായിട്ട് ഇളക്കി. ഈ സമയത്ത് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളി ബീഫ് പെപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഇതിൽ കുറച്ച് പെരിഞ്ജീരകം ഉണ്ടല്ലോ, ഫെന്നൽ സീഡ്, അത് പൊടിച്ചതും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ബീഫ് പെപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.